ഈ പമ്പയിൽ സംഘടിപ്പിക്കാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. കേരള ഹൈക്കോടതി എന്തൊക്കെയാണ് സാർ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്? എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ അയ്യപ്പ സംഗമത്തിൽ ഉണ്ട് എന്ന് കോടതിക്ക് തോന്നിയത്? ഇതിനകത്ത് കോടതി പറയുന്നത് ഇതിലൊരു വ്യക്തത വരുത്തുക, ആദ്യം ഇതിലൊരു സുതാര്യത ഉണ്ടാക്കുക. എന്തിനു വേണ്ടിയാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇപ്പൊ കോടികൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വലിയ ശതകോടീശ്വരന്മാർ വരെ ഇതിൽ പങ്കെടുക്കുന്നു എന്നും പറയുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വാങ്ങുകയും ചെയ്യും. ശബരിമലയുടെ ഭക്തന്മാർ ധാരാളമുണ്ട്. ഈ ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്രയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവര് വാരിക്കോരി പണം ചെലവഴിക്കും. ഇടയ്ക്ക് ശബരിമലയ്ക്ക് ക്ഷേത്രത്തിന് പുറത്തായിട്ട് ഒരു വെങ്കല പ്രതിമ അയ്യപ്പന്റെ സ്ഥാപിക്കുന്നു എന്നുള്ളതിന് ദേവസ്വം അനുമതി കൊടുത്തു. അതിനുവേണ്ടി വെളിയിൽ വരെ പണപ്പിരിവ് വരെ തുടങ്ങി എന്നുള്ളതാണ്. ഒടുവിൽ അത് ഇടപെട്ടു, കണ്ടുപിടിച്ചത് സ്റ്റോപ്പ് ചെയ്യിച്ചു. അപ്പൊ ഇതിനകത്ത് ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ശബരിമല തീർത്ഥാടന കാലം വൃശ്ചികം, ധനു, മകരമാസങ്ങളിലായിട്ട് നടക്കുന്ന ആ തീർത്ഥാടനമാണ് ഏറ്റവും വലുത്. അത് തന്നെയാണ് ഏറ്റവും വലിയ അയ്യപ്പ ഭക്ത സംഗമം. എന്തായിരിക്കും? ഇപ്പൊ കോടതി ചോദിച്ച കാര്യം ശരിയാണ്. എന്തോ അവിടെ സെമിനാർ അവതരിപ്പിക്കുമോ? സെമിനാറിൽ അയ്യപ്പൻ പുലിപ്പാലിന് പോയത് ആരുടെ നിർദ്ദേശപ്രകാരം, അത് ശരിയാണോ എന്നൊക്കെയുള്ള സെമിനാറാണോ അവതരിപ്പിക്കാൻ പോകുന്നത്? അതോ പുലിപ്പാലാണോ കൊണ്ടുവന്ന്, അതോ കാട്ടുപോത്തിൻ്റെതാണോ എന്നൊക്കെയുള്ള ചർച്ചയായിരിക്കും അവിടെ വരാൻ പോകുന്നത്? എന്ത് കാര്യമാണ് ചർച്ച ചെയ്യുന്നതെന്നാണ് എനിക്കറിയേണ്ടത്. ഒരു ദിവസത്തെ സമ്മേളനമാണ് എന്ന് പറയുന്നുണ്ട്. അതെ, 3000 പേര് പങ്കെടുക്കുമെന്നൊക്കെയാണ്. അപ്പൊ ഇതിനകത്ത് കോടതി ചോദിച്ചത് ശരിയാണ്. പിന്നെ ദേവസ്വം ബോർഡിന്റെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായിട്ട് 75 വർഷം പിന്നിടുന്നു. അതിനോടനുബന്ധിച്ച് നടത്തുന്നതാണ് പ്ലാറ്റിനം ജൂബിലി. അപ്പൊ കോടതി ചോദിക്കുന്നു, പ്ലാറ്റിനം ജൂബിലി. കോടതി ചോദിക്കുന്നു, എന്താ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഈ ക്ഷേത്രം മാത്രമേ ഉള്ളൂ, മറ്റൊന്നിനും പ്രാധാന്യമില്ലേ? പക്ഷെ വേറൊരു കാര്യമാട്ടോ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം. ദേവസ്വം ബോർഡിന്റെ കീഴിൽ 1258 ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ 10-20 ക്ഷേത്രങ്ങൾ കാണും സ്വയം പര്യാപ്തതയിൽ നിൽക്കുന്നത്. ബാക്കിയെല്ലാം ശബരിമല ക്ഷേത്രത്തിലെ വരുമാനമാണ് അവിടെയൊക്കെ ഉപയോഗിക്കുന്നത്. 5000-ലധികം ജീവനക്കാരുണ്ട് ദേവസ്വം ബോർഡിൽ. ഇവരുടെയൊക്കെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്നുള്ള ഇൻകമാണ്. കോവിഡ് കാലത്ത് അറിയാം, ശബരിമലയിലെ ഇൻകം നിന്നു. ശബരിമലയിൽ മാത്രമല്ല എല്ലായിടത്തും. ദേവസ്വം ബോർഡിന് ശമ്പളം കൊടുക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടി എന്നാണ് പറയുന്നത്. പിന്നെ ശബരിമലയിലെ പണം നല്ല രീതിയിൽ സർക്കാരും ഒക്കെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശബരിമലയിൽ വേണ്ടത്ര തരത്തിലുള്ള വികസനവും എന്നാൽ ഒട്ട് കൊടുക്കാനും കഴിയുന്നില്ല. പിന്നെ പമ്പയുടെ പവിത്രത പ്രതിഫലിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഇത്രയും പേരെ അവിടെ എങ്ങനെ, ഇപ്പൊ തന്നെ അവിടെ വലിയ രീതിയിൽ പരിസര മലിനീകരണമുണ്ട്, പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. അത് കോടതി വളരെ കൃത്യമായിട്ട് മുമ്പും പല ആവർത്തി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ എത്ര പേര് അവിടെ പങ്കെടുക്കുമെന്ന് ഒന്നും പറഞ്ഞിട്ടുമില്ല കൃത്യത. 3000 പേരെ പ്രതീക്ഷിക്കുന്നു. 3000 പേര് പന്തലൊക്കെ ഇടുന്നു. എനിക്ക് തോന്നുന്നു ശബരിമല നട തുറന്നിരിക്കുന്ന സമയമാണ് കന്നിമാസത്തില് 5 ദിവസം നട തുറക്കുന്നതിൽ 5ാമത്തെ ദിവസമാണ് ഈ സംഗമം നടത്താൻ. അതിനു മുമ്പ് ഈ വരുന്ന ഒരു ഡെലിഗേറ്റ് സെല്ല് തന്നെ ഉണ്ട്. ഞാൻ അറിഞ്ഞത് ദേവസ്വം ബോർഡിന്റെ പേരിൽ സർക്കാരാണിത്. AKG സെന്ററിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ ക്ഷണക്കത്ത് പോലും പോകുന്നത്. ഞാൻ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത്, അതാണ് കോടതി കൃത്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. വ്യക്തത വരുത്തണം. ഇവരെ നോക്കിക്കോ, ഇതിനകത്ത് വലിയ എന്തോ ഒരു നിക്ഷേപക സംഗമമാക്കി മാറ്റുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം വലിയ രീതിയിൽ പിരിവ് നടത്തും. പിരിവ് നടത്തിയിട്ട് ഇത് മറ്റു പല രീതിയിൽ അടുത്ത തീർത്ഥാടന കാലത്ത് ഭക്തരെ കൊള്ളയടിച്ച് അത്
പരിഹരിക്കുകയും ചെയ്യും. അവർക്ക് വക പിരിവ് തന്നവർക്കൊക്കെ വേറെ തരത്തിൽ അത് വ്യാപാരികളിൽ നിന്നൊക്കെ പിരിവ് ഈടാക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഭക്തസംഗമമൊക്കെ നല്ലതാണ് സാറേ. ഇതിനകത്തൊരു സംശയം, ഇപ്പൊ കോടതി ഇത്രയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ ഇവര് ഇതിന് സ്പോൺസർഷിപ്പ് തേടുന്നുണ്ട്. ഈ പിരിവ് ഒരു വശത്ത് വേറെ നടക്കും, അല്ലാതെ സ്പോൺസർഷിപ്പ് ഇവിടെ സ്ലാബ് അടിസ്ഥാനത്തിൽ ഇത്ര കോടി തന്നയാളിന് അവിടെ ഇന്ന സൗജന്യങ്ങൾ, ഇത്ര ദിവസം തങ്ങാം, ഇത്ര സമയം ദർശനം നടത്താം തുടങ്ങിയ രീതിയിൽ ഈ ഇങ്ങനെ സ്ലാബ് വെച്ച് അവിടെ ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ പോകുന്നതായിട്ടൊക്കെ കേട്ടു വാർത്തകൾ. അങ്ങനെയുണ്ട്, അങ്ങനെയും പറയുന്നുണ്ട്. കാരണം നിക്ഷേപിക്കുക കോടതി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇല്ല, അതിനെക്കുറിച്ച് കാരണം ഇതിനകത്തൊരു വ്യക്തതയൊന്നും വന്നിട്ടില്ല. കോടതി അതാണ് ചോദിക്കുന്നത്. വ്യക്തത വരുത്തൂ, സുതാര്യത ഉണ്ടാക്കൂ എന്നാണ് പറയുന്നത്. കൃത്യത ഒന്നും പറയുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ട്. നിക്ഷേപിക്കാം. അപ്പൊ അവിടെ എന്താ, നമുക്ക് താമസ സൗകര്യം തരും. പ്രശാന്ത് അവിടെ 5 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു. അവിടെ തീർത്ഥാടന കാലത്ത് ഒരു മുറി തരും, ഇത്ര ദിവസത്തേക്ക്. ബാക്കി സമയങ്ങളിൽ അത് അവരിത് ദേവസ്വം ബോർഡോ പിന്നെ റെന്റിന് കൊടുക്കുകയും ഒക്കെ ചെയ്യും. എന്നിട്ട് അവിടെ ദർശന സൗകര്യം തരിക. ഇതൊക്കെ മറ്റു ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പോൾ അവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ പോവുകയാണ്. ചിലപ്പോൾ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. VVIPകൾ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്തൂടെ വന്ന് മറ്റു ഭക്തർക്ക് തടസ്സമില്ലാതെ ദർശനം നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ പോകുന്ന കാരണം തീർത്ഥാടന കാലത്ത് ആന്ധ്ര, കർണാടകത്തിൽ നിന്നൊക്കെ VVIPകൾ വരാറുണ്ട്, തമിഴ്നാട്ടിൽ നിന്നും വരാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഡൽഹിയിൽ നിന്നും വരാറുണ്ട്, കേരള പോലീസും കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവർ വരുന്നുണ്ട്. ഇനിയിപ്പോ ഇവര് പറയുന്നത് എന്താ, അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെയാണോ ശബരിമലയുടെ പ്രശസ്തി ഇനി അറിയാൻ പോകുന്നത്? ഒരു ഭക്ത സംഗമവും വേണ്ട, അയ്യപ്പനെ അറിയാം നടത്താതെയാണ് ശബരിമലയുടെ പ്രശസ്തിയും പേരും പെരുമയും ഒക്കെ കേരളം വിട്ട് പോയിട്ടുള്ളത്. തമിഴ്നാട്ടിലെ MN നമ്പ്യാരും ശിവാജി ഗണേശനും പലതവണ ശബരിമലയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് തീർത്ഥാടകരുടെ ഒരു വലിയ തിരക്ക് തന്നെ ഇങ്ങോട്ടുണ്ടായി എന്നുള്ളതാണ്. ശബരിമലയിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു താമസ സൗകര്യം എന്ന് പറയുന്നത് നമ്പ്യാർ സ്മാരകമാണ്. അവർക്ക് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ അത് വലിയ സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷെ അദ്ദേഹം അത് 5 സ്റ്റാർ ആണ് അന്നത്തെ. ഇപ്പോഴും യാതൊരു മാറ്റവും ഇല്ലാതെ വിട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ ചോദിക്കും നമ്പ്യാർ സ്മാരകം എവിടെയെന്ന് ചോദിച്ചാൽ അവിടെ പോയി താമസിക്കുന്നവരും ഉണ്ട്. സന്നിധാനത്ത് നിന്ന് പാണ്ഡിത്താവളത്തേക്ക് പോകുന്ന വഴിയിലാണ് അവിടെ നിന്നാൽ മകരവിളക്ക് നന്നായിട്ട് ദർശിക്കുകയും ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സൗകര്യമുണ്ട്. ശബരിമലയില് ഈ ഇത്രയും കോടികൾ പലരുടെയും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാലും വികസനമൊന്നും അങ്ങനെ ഒരുപാടൊന്നും കയറി അവിടെ നടത്താൻ പറ്റത്തില്ല. ഈ കേന്ദ്ര അനുമതി വേണം. അല്ലെ, ഒറ്റ ഒരു സൂചി കുത്താൻ പോലെ അല്പസ്ഥലം കൊടുക്കത്തില്ല. ഇനിയും എത്ര തിരക്കേറിയെന്ന് പറഞ്ഞാലും അത് ടൈഗർ റിസർവ് ആണിത്. ഇടയ്ക്ക് വലിയ വാർത്ത കാണാം, ശബരിമലയിൽ പുലി ഇറങ്ങി. ശബരിമല കൊടും വനമാണ്. സ്വാഭാവികമാണ്, പുലിയും കടുവയൊക്കെ അവരുടെ ഇടമാണത്. കേന്ദ്രത്തില് പിന്നെ കടുവയും പുലിയും അല്ലാതെ പിന്നെ ആരിറങ്ങാനാ മനുഷ്യൻ? അപ്പൊ ഇനി അങ്ങനെ സൗകര്യമൊന്നും കിട്ടത്തില്ല. ഇനി ആകെയുള്ള ഒരു ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് ഈ പിന്നെ റോപ്പ് വേ വരെ. റോപ്പ് വേ അത് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, ഉണ്ടാകാത്ത വിധത്തിൽ. എന്തിന് പണ്ട് ഇന്ദിരാഗാന്ധി ശബരിമലയ്ക്ക് വരാൻ ഒരു ശ്രമം നടത്തി. ശബരിപീഠത്തില് പിന്നെ ഹെലിപ്പാഡ് വരെ ഉണ്ടാക്കിയതാണ്. പരിസ്ഥിതി പ്രവർത്തകരുടെ ശക്തമായ എതിർപ്പ് എത്ര വർഷങ്ങൾക്ക് മുമ്പെന്നറിയോ? അവസാനം പിൻവലിച്ചു. VV ഗിരി ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുമ്പം ശബരിമലയിൽ പോയല്ലോ. അദ്ദേഹം ഇരുന്നും ഡോളിയിൽ കയറിയും ഒക്കെയാണ് അന്നാ ഡോളി ഉണ്ടാകുന്നത്. ഡോളിയിൽ കയറിയാണ് അദ്ദേഹം പോയത്. അപ്പൊ അവിടെ മറ്റു തരത്തിലുള്ള വികസനമൊന്നും ഈ ട്രാക്ടറൊക്കെ എന്ന് പറഞ്ഞാൽ ചരക്ക് നീക്കത്തിനാണ്. അത് റോപ്പ് വേ വളരെ കാര്യമായ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ട്രാക്ടറും ഒഴിവാക്കാം. പിന്നെ ഈ കോടികളൊന്നും ആരുടെയും നിന്നും വ്യവസായികളുടെ നിന്നും വാങ്ങിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. സർക്കാർ ഇതിന്റെ പിന്നിൽ നന്നായി കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം കൂടെ നമ്മൾ നോക്കണം. ശബരിമലയിൽ ചെയ്ത പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഹൈക്കോടതി ഈ സംഘടിപ്പിക്കാൻ പോകുന്ന ഈ പറഞ്ഞ ഒരു സംഗമം അത് വ്യവസായ സംഗമമാണോ അതോ ഇനി മറ്റു വല്ല ഉദ്ദേശത്തോടും കൂടി
മറ്റ് വല്ല ലക്ഷ്യവും ഇട്ട് നടത്തുന്ന സംഗമമാണോ, എന്താണെങ്കിലും ശരി, അതിന്റെ ചെവിക്ക് പിടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി.